ഹലാലിനെക്കുറിച്ച് കേരള മുഖ്യൻ മനസ്സിലാക്കിയതും മനസ്സിലാകാതെ പോയതും. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കഴിഞ്ഞ 2 ആഴ്ചയായി ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് ഹലാൽ. കോൺഗ്രസ്, BJP തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും DYFI, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ യുവജന സംഘടനകളും ഈ വിഷയം തുടർച്ചയായി ചർച്ച ചെയ്യുകയും ഹലാലിനെ അനുകൂലിച്ച് ഫുഡ് ഫെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ഹലാൽ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയവും വിവാദവുമായിട്ടും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഇന്ന് പെട്ടെന്ന് ഹലാലിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു. വളരെ രസകരവും ചിരിക്ക് വക നൽകുന്നതുമാണ് ഹലാലിന് കേരള മുഖ്യമന്ത്രി നൽകിയ നിർവചനം. ഹലാൽ എന്നാൽ കഴിക്കാൻ പറ്റുന്നത് എന്ന് മാത്രമാണ് അർത്ഥമുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നത് എന്ന് വളരെ നിഷ്കളങ്കമായി അറബിയിൽ എഴുതി വച്ചതിനെ പ്രതി ചില രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് കൗശലപൂർവ്വം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ധർമ്മടം CPM ഏരിയ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വാക്താക്കൾ ലോകമെങ്ങും അതിശക്തമായി ഉപയോഗിക്കുന്ന ഒരു ആയുധത്തെ നിസ്സാരവൽക്കരിച്ച് ഒന്നുമല്ലാതാക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഹലാലിൻ്റെ പിന്നിലെ തന്ത്രങ്ങളെപ്പറ്റി വ്യക്തമായി എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത വ്യക്തിയെപ്പോലെ പ്രതികരിച്ച ആ കുശാഗ്ര ബുദ്ധിയെ അഭിനന്ദിക്കാതെ വയ്യ. പക്ഷേ ഒന്ന് ആഴത്തിൽ വിശകലനം ചെയ്താൽ മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞത് ആ ബോർഡ് വെക്കാതെ ഹോട്ടലുകളിലെ ഭക്ഷണം കഴിക്കാൻ കൊള്ളില്ല എന്നല്ലേ? അദ്ദേഹം യഥാർത്ഥ മതേതരവാദി ആണെങ്കിൽ DYFI നേതാവും തലശ്ശേരി MLAയും ആയ ഷംസീർ പറഞ്ഞതുപോലെ ഹലാൽ എന്ന മതപരമായ ബോർഡ് മാറ്റണം എന്നല്ലേ പറയേണ്ടത്? എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയോടെ പിണറായി സർക്കാരിൻ്റെ മുസ്ലിം പ്രീണനം ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നു. ലീഗോ കോൺഗ്രസോ പോലും ഇത്രയും പരസ്യമായി ഹലാലിനെ ന്യായീകരിച്ചിട്ടില്ല എന്ന് ഓർക്കുക. എന്തായാലും ഹലാലിനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സൃഷ്ടിയാണ് ഹലാൽ എന്ന വാദങ്ങൾക്കിടെ ഹലാലിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഹലാലിനെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി കാണിച്ച ആവേശത്തിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളാണുള്ളതെന്ന് പലരുടെയും വിമർശനം. തീവ്ര ഇസ്ലാം നിലപാടുകാരെ ഒപ്പം നിർത്തുക എന്നതാണ് ഇതിലൊന്ന്. നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിലും ലവ് ജിഹാദ് വിഷയത്തിലും മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകളാണ് ഇതിന് ഉദാഹരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. സമൂഹത്തിന് ഏറെ ഗുരുതരമായി ബാധിക്കുന്ന മയക്കുമരുന്ന് വിഷയം ഉൾപ്പെട്ട നാർക്കോട്ടിക് ജിഹാദിനെ കേട്ടുകേൾവിയില്ലാത്തതെന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എന്നാൽ ഹലാൽ വിഷയത്തെ വെള്ളയടിച്ച് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി കാണിച്ചത് അമിത ആവേശമായിരുന്നെന്നാണ് പലരും ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ വിശദീകരണത്തിലൂടെ മുഖ്യമന്ത്രി പാർട്ടിയിലെ കണ്ണൂർക്കാരനായ ഒരു യുവ നേതാവിനെ ലക്ഷ്യമിടുന്നതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. തനിക്ക് വേണ്ടപ്പെട്ടവനായ ഒരു യുവമന്ത്രിക്കെതിരെ കൊമ്പുകോർത്ത ആ യുവ നേതാവ് ഹലാലിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. കണ്ണൂരിൽ ഹലാൽ വിഷയമുയർത്തി ആ യുവ നേതാവിന് എതിരെ നീക്കം നടത്തുകയെന്ന ലക്ഷ്യവും മുഖ്യമന്ത്രിക്ക് ഉണ്ടാകാം. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇന്ത്യയിലുള്ളവർക്ക് ആരോഗ്യത്തെ നിലനിർത്താൻ എന്ത് കഴിക്കണം എന്ന കാര്യത്തിന് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. മറ്റാർക്കും അത്തരം സർട്ടിഫിക്കറ്റ് നൽകാൻ കേന്ദ്ര സർക്കാർ അധികാരം നൽകിയതായി പൊതുജനത്തിന് അറിവില്ല. അതേസമയം ഹലാൽ എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നത് ചില മതപരമായ സംഘടനകളാണ്. അവർ നിർദ്ദേശിക്കുന്ന മതാചാര ചടങ്ങുകളും നിബന്ധനകളും പൂർത്തിയാക്കുന്ന ഹോട്ടലുകൾക്ക് അവർ ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകും. അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ മതാചാര പ്രകാരം ഇത് അനുവദനീയം എന്നാണ്. തീർത്തും മതപരമായി ഉപയോഗിക്കുന്നതും മതസംഘടനകൾ നൽകുന്നതുമായ ഇത്തരം ഹലാൽ സർട്ടിഫിക്കേഷനെ കഴിക്കാൻ പറ്റുന്നത് എന്ന വിശദീകരണം നൽകി മുഖ്യമന്ത്രിയെ പോലെ ഉത്തരവാദിത്വ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി പ്രസ്താവന നടത്തി സ്വന്തം കസേരയുടെ വിലയടിക്കരുത്. അല്ല, ഹലാൽ വിശദീകരണത്തിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത് മറ്റു ചിലതാണെങ്കിൽ അതും തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും കേരള ജനതയ്ക്കുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി തിരിച്ചറിയുക.